നിരവധി ഹിറ്റ് സീരിയലുകളിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ നടിയാണ് മേഘ്ന വിൻസെൻ്റ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചന്ദനമഴ എന്ന സീരിയലിലൂടെയാണ് നടി മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയത്. ഇതിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കുവാനും മേഘ്നയ്ക്ക് സാധിച്ചിരുന്നു. താരം വിവാഹമോചിതയായതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തൻ്റെ അടുത്ത സുഹൃത്തും നടിയുമായ ഡിംപിൾ ടോണിയുടെ സഹോദരൻ ഡോൺ ടോണിയായിരുന്നു മേഘ്ന വിവാഹം കഴിച്ചത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബന്ധം വേർപിരിയുകയായിരുന്നു. ഇപ്പോഴിതാ ഡിവോഴ്സിനെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് താരം. താരത്തിൻ്റെ വാക്കുകളിങ്ങനെ: ആരൊക്കെ സമാധാനിപ്പിക്കുവാനുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിൽ ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഉള്ളിലുള്ളയാൾ ഓക്കെ ആയിരിക്കണം, പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും അംഗീകരിക്കാനുമൊക്കെ. 24 മണിക്കൂറും ലാളിക്കാനൊന്നും ആർക്കും പറ്റില്ല. തീരുമാനമെടുക്കുന്നതും സ്വയം തോന്നേണ്ടിടത്തും നമ്മൾ തന്നെയാണ്. ഇങ്ങനെ വീണ് കിടക്കുന്ന ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ടെന്ന് വരില്ല. ഓടിത്തന്നെയാവണം എന്ന സാഹചര്യം പലർക്കുമുണ്ടാകും. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ കരഞ്ഞുകൊണ്ട് ഡിപ്രഷനായി കിടക്കാം, അതല്ലെങ്കിൽ പല കാര്യങ്ങളിലും എൻഗേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ. ഞാൻ സെക്കൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഒരുപാട് സമയമെടുത്തു, ഷോക്കായിരുന്നു. ആ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടൊക്കെ തന്നെയാണ് ഞാൻ കടന്നു വന്നത്. എല്ലാവരെയും പോലെ അല്ലേ ഞാനും രാവും പകലും ഇല്ലാതെ കരഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഒരു തമിഴ് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സീരിയലിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതവണ ഞാൻ വീണു പോയിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തു കടക്കുക വളരെയേറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എല്ലാവരും കല്യാണം കഴിയുമ്പോൾ ഇങ്ങനെയാകുമെന്ന് പ്രതീക്ഷിക്കില്ലല്ലോ, പ്രത്യേകിച്ച് എന്നെപ്പോലെ ഹോംലി ആയ ഒരാൾ. എന്നെ വളർത്തിയത് അപ്പാപ്പനും അമ്മാമ്മയുമാണ്. അവരുടെ ചട്ടക്കൂടിൽ വളർന്നൊരു കുട്ടിയാണ് ഞാൻ. ഇങ്ങനൊരു സാഹചര്യം ജീവിതത്തിൽ വരുമെന്ന് ചിന്തിച്ചിട്ട് കൂടിയില്ല. അമ്മയായിരുന്നു ഈ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അമ്മ സിംഗിൾ പാരൻ്റ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് വീണ് കിടക്കാനുള്ള ഓപ്ഷനില്ല എന്ന്. അമ്മ വളരെ ശക്തിയായ സ്ത്രീയാണ്. അമ്മ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. നമ്മൾ ബെസ്റ്റായ കാര്യങ്ങളാണ് ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് പല കാര്യങ്ങളും തെറ്റായിപ്പോയി എന്ന് പറയാനാകില്ല. ഇപ്പോഴുള്ള ഈ മേഘ്ന ഇതിൽ കൂടെയൊക്കെ കടന്നു വന്ന് പക്വതയായ ആളാണ്. ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാക്കണമെന്നില്ല. ചില കാര്യങ്ങൾ തെറ്റിപ്പോയേക്കാം. അതിൽ കുറ്റബോധം കൊണ്ട് ഇരിക്കില്ല ഞാൻ. ആ തെറ്റുകൾ തിരുത്താൻ ഞാൻ ശ്രമിക്കും. ഡിപ്രഷൻ സമയത്തോടെ പലരോടും എൻ്റെ പ്രശ്നങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്, നമുക്ക് മാത്രമാണ് അത് ഫീലിങ്സ്, മറ്റുള്ളവർക്ക് അത് കഥ മാത്രമാണ്. നമ്മൾ ജീവിച്ചു തീർത്ത അവസ്ഥ ഒരു 10 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ വിശദീകരിക്കുവാൻ പറ്റില്ല. വിശദീകരിച്ചാൽ പോലും അത് 10% പോലും ആളുകൾക്ക് മനസ്സിലാവുകയുമില്ല. അതുകൊണ്ടാണ് വിവാഹമോചനത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാതിരുന്നത്. ഇവിടെ ശരിതെറ്റുകൾ ചികയുന്നതിൽ കാര്യമില്ല. ഒരുപക്ഷെ മറ്റൊരവസരത്തിൽ ഞാൻ വിവാഹമോചനത്തിൻ്റെ കാരണം വെളിപ്പെടുത്തിയേക്കാമെന്നും താരം പറയുന്നു.